കൊളംബിയയിലുണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. മരണസംഖ്യ 250 കടന്നു. 2700 പേരെ കാണാതായെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ സമയം ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. ഭൂനിരപ്പിൽ നിന്ന് 103 കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഭൂചലനത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സൈന്യത്തിന്റെയും മറ്റ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ ദുരന്തബാധിത മേഖലകളിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. സ്ഥിതിഗതികൾ ഗവൺമെന്റ് നേരിട്ട് വിലയിരുത്തുന്നുണ്ടെന്നും ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കേരള സാങ്കേതിക സർവകലാശാലയിലെ ഇയർബാഗ് സംവിധാനം താൽക്കാലികമായി ഒഴിവാക്കി. 2024 പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ഇയർബാഗാണ് ഒഴിവാക്കിയത്. ചൊവ്വാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. ഇയർബാഗ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ മന്ത്രി റോണി എം ജോണിനെ കണ്ടിരുന്നു. ഇതിന് പിന്നാലെ വിഷയത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ പുതിയ സിൻഡിക്കേറ്റിന് മന്ത്രി നിർദ്ദേശം നൽകി. 2024 ബോർഡ് ഓഫ് ഗവേണൻസ് എടുത്ത തീരുമാനമാണ് ഇപ്പോൾ റദ്ദാക്കിയത്. തിരുവനന്തപുരം വിഴിഞ്ഞം മുതലപ്പുഴി ഭാഗങ്ങളിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഊർജിതം. കടലിൽ കാണാതായ ജോൺ, ഷിജിൻ എന്നിവർക്കായി നാവികസേനയും മത്സ്യബന്ധന വള്ളങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടെ ഉപയോഗിച്ച് തിരച്ചിൽ. ഇരുവരെയും കാണാതായിട്ട് ഇന്ന് 13 ദിവസം പിന്നിടുകയാണ്. കാലാവസ്ഥ അനുകൂലമായത് തിരച്ചിൽ എളുപ്പമാക്കുമെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട് തീരം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും ഊർജിതമാകുന്നു. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയായ ഗൗതമിനെ കാണാതായിട്ട് ഇന്നേക്ക് 13ാം ദിനം. ഗൗതമിനായി ഇന്നും തിരച്ചിൽ തുടരുന്നു. മത്സ്യത്തൊഴിലാളികളും നേവി സംഘവും മറൈൻ എൻഫോഴ്സ്മെന്റും അടക്കമുള്ളവർ തിരച്ചിൽ സംഘത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഗൗതം സഞ്ചരിച്ച വള്ളം അപകടത്തിൽപ്പെട്ട സ്ഥലം കേന്ദ്രീകരിച്ച് മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഗൗതമിന്റെ അമ്മയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തിരച്ചിൽ ഊർജിതമാക്കിയത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് കൊച്ചിയിൽ നിന്നും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിലിനെത്തിയത്.